കിരീടം സിനിമയിൽ കീരിക്കാടൻ ജോസിനെ മോഹൻലാൽ കുത്തി വീഴ്ത്തുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് കൊച്ചിൻ ഹനീഫ് വന്ന് ഇങ്ങനെ ആർപ്പ് വിളിക്കുന്നുണ്ട്. കീരിക്കാടൻ ചത്തേ, കീരിക്കാടനെ കൊന്നേന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സുകുമാരക്കുറുപ്പിനെ നമ്മുടെ പോലീസ് കൊന്നു. സുകുമാരക്കുറുപ്പ് ചത്തിരിക്കുക. ഇന്ന് ഈ ഓണം കഴിയുമ്പോൾ ഒരു ഓണസമ്മാനമായിട്ടാണ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ കേസുകളെല്ലാം ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത കേസുകളൊക്കെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാറുണ്ട്. പോലീസ് അവസാനിപ്പിക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവസാനിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും സുകുമാരക്കുറുപ്പിനെ ആയി ബന്ധപ്പെട്ട ആദ്യം സുകുമാരക്കുറുപ്പ് തിരോധാന കേസായിരുന്നു, പിന്നീട് അത് കൊലപാതക കേസായിട്ട് മാറി. സുകുമാരക്കുറുപ്പ് ഒരാളെ കൊന്നു, സുകുമാരക്കുറുപ്പ് പ്രതിയായി മാറി. അതോടെ തന്നെ പിടികിട്ടാ പുള്ളിയായിട്ട് സുകുമാരക്കുറുപ്പ് മാറി. അപ്പോൾ അങ്ങനെ സുകുമാരക്കുറുപ്പിനെ വർഷങ്ങളായിട്ട് കേരള പോലീസ് അന്വേഷിച്ച് നടക്കുന്നു, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ആ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. അത് തെളിവില്ല എന്ന് പറഞ്ഞങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഇവിടെ പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി, ജീവിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല എന്നാണ്. 40 കൊല്ലം മുമ്പ് രത്നമ്മ കണ്ടതാണ്. അന്ന് അങ്ങേര് ഹൃദയ അസുഖത്തിന് ICUലായിരുന്നു. ഈ ഹൃദ്രോഗത്തെ 4 പതിറ്റാണ്ട് അതിജീവിക്കാനുള്ള കരുത്തൊന്നും സുകുമാരക്കുറുപ്പില്ല. അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് ചത്തു എന്ന നിഗമനത്തിന് പോലീസ് എത്തുകയാണ്. ഇതിനകത്ത് നമ്മളിത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം. ഈ റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സുകുമാരക്കുറുപ്പിന് പിന്നാലെ പോയി ഏറ്റവും വിശദമായി അന്വേഷണം നടത്തി അതേക്കുറിച്ചൊരു പുസ്തകം എഴുതിയ ആളാണ്. അല്ല, അതിന് കാരണം അദ്ദേഹമാണ് ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നതാണ് അതെ, തോന്നുന്നത്. അദ്ദേഹം അന്നേ പറഞ്ഞതാണ് സുകുമാരക്കുറുപ്പ് മരിച്ചുപോയി എന്നുള്ള വിവരം അദ്ദേഹം അന്നേ പറഞ്ഞതാണ്. പിന്നീടാണ് ഈ എന്താ പറയുന്നത്, ഹാർട്ടിൻ്റെ കഥയും അതും ഇതൊക്കെ വരും. നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഒരാളെക്കുറിച്ച് 7 വർഷം യാതൊരു വിവരവും ഇല്ലെങ്കിൽ ആ ആൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. അയാളുടെ ആനുകൂല്യങ്ങൾ ബന്ധുക്കൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇന്ത്യയുടെ നിയമം. അതാണ് ഇന്ത്യയിലെ നിയമം. പിന്നെ ഈ ആൾ തിരിച്ചു വന്നെന്ന് പറഞ്ഞാലും ആൾ മരിച്ചുപോയി എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചു വന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. പിന്നീട് അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അന്നേരം ഇതനുസരിച്ച് തിരിച്ചു വരുമ്പോൾ അതനുസരിച്ച് അതിനകത്ത് മാറ്റം വരുത്തും എന്നുള്ളത് മാത്രമാണ്. ഈ പറയുന്ന ഈ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ 7 വർഷത്തിന് ശേഷം മരിച്ചതായി കണക്കാക്കാത്ത ഏക വ്യക്തി എനിക്ക് തോന്നുന്നു സുകുമാരക്കുറുപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ സുകുമാരക്കുറുപ്പിനെ വെച്ച് നമ്മൾ ഒരുപാട് കഥകൾ സൃഷ്ടിച്ചു. ഒരുപാട് പേര് സുകുമാരക്കുറുപ്പിനെ കണ്ടു. ഒരുപാട് പേര് സുകുമാരക്കുറുപ്പിൻ്റെ പിന്നാലെ പോയി. എന്തിന് ഈ പറയുന്ന 4 കൊല്ലം 5 കൊല്ലം മുമ്പ് നമ്മൾ തന്നെ ഒരു പത്തനംതിട്ടക്കാരൻ്റെ കഥ കൊടുത്തു. പിന്നീട് അയാൾ വലിയ സ്റ്റാറായി മാറി. അയാൾ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. ആദ്യം ഒരു റെൻസിം ഇബ്രാഹിം എന്നും പറഞ്ഞിട്ട് നമ്മുടെ പത്തനംതിട്ടക്കാരനാണ്. അയാൾ ബിവറേജ് കോർപ്പറേഷൻ്റെ മാനേജരാണ്. അവിടുത്തെ പത്തനംതിട്ടയിലെ ബെവ്കോയുടെ മാനേജരായിരുന്നു. ഇയാൾ ഒരുപാട് പേരോടൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നടക്കാൻ വന്നപ്പോൾ അവസാനം നമ്മളെ തിരക്കി വരുന്നത്. നമ്മൾ ഇയാളൊരു കഥ പറയുന്നതായിട്ടാണ് നമ്മൾ കൊടുത്തത്. അല്ല സുകുമാരക്കുറുപ്പാണെന്നൊന്നും നമ്മളതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇയാൾ പറഞ്ഞിരിക്കുന്ന, ഇയാൾ ഉറപ്പിച്ച് പറയുന്നു, ഇയാൾക്കൊപ്പം രാജസ്ഥാൻ ഗുജറാത്ത് ബോർഡറിൽ ഉണ്ടായിരുന്ന ഒരു സന്യാസി സുകുമാരക്കുറുപ്പാണ് എന്നാണ്. പടങ്ങൾ വരെ ഇയാൾ നമുക്ക് തരികയും ചെയ്തു. നമ്മൾ ഇതേ തുടർന്ന് ഈ കേസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്ന അന്നേരമാണ്. അത് മറുനാടൻ്റെ വാർത്ത കൊണ്ട് മാത്രമാണ് ആ കേസ് ഓപ്പൺ ചെയ്തത്. ഈ ഓപ്പൺ ചെയ്ത് അന്ന് എൻ്റെ സുഹൃത്തായിരുന്ന നുമാൻ എന്ന് പറയുന്ന DYSP ആയിരുന്നു, ആലപ്പുഴ ക്രൈംബ്രാഞ്ച്. ഈ നുമാനാണ് ഇത് അന്വേഷിച്ചത്. നുമാൻ ഞാൻ മിക്കവാറും കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കുകയൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഇതൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, പിന്നെ ഒരു സൂചന വന്നാൽ തിരക്കി പോകുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം നമുക്കറിയാം. നമ്മുടെ ഇപ്പം ഈ എരുമേലിയിൽ ഒരു പെങ്കൊച്ച് കാണാതായിട്ട് 8 വർഷമാകും. ഈ പറഞ്ഞ 7 വർഷ തിയറി അനുസരിച്ചാണെങ്കിൽ മരിച്ചു എന്ന് കണക്കാക്കി കളയേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഇപ്പം വീണ്ടും ഇത് CBI അത് ലൈവായിട്ട് അന്വേഷിച്ചു 6 മാസം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ജസ്നയുടെ അച്ഛനും വീട്ടുകാരൊക്കെ ചിന്തിക്കുന്നത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെയാണ്. ജീവിച്ചിരിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ കുട്ടിയുടെ കാര്യം. അതെ, പക്ഷേ ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇങ്ങനെയാണ് സാധാരണ. അതെ, പക്ഷേ സുകുമാരക്കുറുപ്പ് ഒളിച്ചിരിക്കുന്നതിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരാളെ കൊന്നിട്ടാണ് പോകുന്നത്. ഈ കുട്ടി എന്തിനാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? ഈ സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുകുമാരക്കുറുപ്പ് ചെയ്യാത്ത തെറ്റിനാണ് അയാൾ പോയിരിക്കുന്നത്. സത്യത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെ കഥ നമ്മൾ മനസ്സിലാക്കിയാൽ, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു തന്നാൽ ഇതിനകത്ത് കുറുപ്പിന് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ വസ്തുത. ആരെങ്കിലും ആ വഴിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ കുറുപ്പ് പറയുന്നത് ഒരു ഡെഡ് ബോഡി കണ്ടുപിടിച്ച് കത്തിക്കാനാണ് പറയുന്നത്. അയാൾ അതിനാണ് പണവും കൊടുത്ത് ഈ പൊന്നപ്പനെയും ഭാസ്കരപിള്ളയെയും അതുപോലെ ഷാഹുവിനെയൊക്കെ വിടുന്നത്. അവർ ഇത് കിട്ടാതെ വരുമ്പോൾ വെള്ളം മൂത്തതിൻ്റെ പുറത്ത് ഈ പൊന്നപ്പനും ഭാസ്കരപിള്ള എല്ലാം ചേർന്ന് വഴിയെ വന്ന് ചാക്കോയെ പിടിച്ച് കൊല്ലുകയായിരുന്നു. ആ കൊന്നത് പോലും ഈ
ഡെഡ് ബോഡി ആയിരുന്നില്ല എന്ന് കത്തിച്ചത് എന്ന് പിന്നീടാണ് അദ്ദേഹം അറിയുന്നത്, ഈ കുറിപ്പറിയുന്നത് വിചാരിക്കുന്ന ഇവരുടെ ബന്ധു ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്ന ബോഡികളിൽ അനാഥ ബോഡി കൊടുക്കാം, പുള്ളിയുടെ ഉയരവും തടിയുമുള്ള ബോഡി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഇവർക്ക് അതിന് വേണ്ട ചിലവിനുള്ള പൈസ എല്ലാം കുറിപ്പ് കൊടുക്കുന്നത്. കുറിപ്പ് ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നതല്ല. പക്ഷേ യുവമാരെന്താണ് ചെയ്യുന്നത്? യുവമാർ വഴിയിൽ നിന്ന് ഒരു പാവം പിടിച്ച മനുഷ്യൻ കയറുന്നു, ആ മനുഷ്യൻ കാറിലിട്ട് കൊന്നിട്ട് യുവമാർ അവിടെ ഇട്ട് കത്തിച്ചിട്ട് കുറിപ്പിൻ്റെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. കുറിപ്പ് അപ്പോഴും അറിയുന്നില്ല, കുറിപ്പ് വിചാരിച്ചിരിക്കുന്നത് ഡെഡ് ബോഡി കത്തിച്ചു എന്നാണ്. പിന്നെയാണ് അറിയുന്നത് ഇതുപോലെ ഒരു മനുഷ്യനെ വഴിയിൽ നിന്ന് വലിച്ചു കയറ്റി കൊന്നതാണ് എന്നുള്ളത്. അയാൾ അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നിൽക്കാതെ ഇയാൾ പലായനം ചെയ്തതാണ്. ഇയാൾ ശരിക്കും തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്. പക്ഷെ പിന്നീട് എന്തോ ഇയാളുടെ ഒരു ഭയം ഗ്രസിച്ചിരിക്കാം, ഇയാൾ സ്ഥലം വിട്ടു പോവുകയാണ്. എന്തായാലും സുകുമാരക്കുറുപ്പ് ഒളിവിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നാടകമൊക്കെ ചെയ്തത്. ഇൻഷുറൻസ് കിട്ടുക, അങ്ങനെ ഇൻഷുറൻസ് വാങ്ങിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് സമൂഹത്തോട് പറഞ്ഞാൽ അതെ, അത് എന്താണെന്ന് അറിയാം. അതിനകത്ത് അയാൾ കരുതിയ ഒരു കഥ ഇത് അവിടെ ഹാജരാക്കിയാൽ മതി. എവിടെ? സൗദിയിലായിരുന്നല്ലോ. അയാൾ ഗൾഫിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് അയാൾ ശ്രമിച്ചത്. അവിടെ ആണല്ലോ ഇൻഷുറൻസ് കമ്പനിയെ പറ്റിക്കേണ്ടത്, കേരളത്തിലല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം വേറൊരു ഐഡൻറ്റിറ്റിയിൽ എന്നാണ് ഇയാൾ കരുതിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളിത് ചെയ്തത്. പക്ഷേ കൈവിട്ട് കാര്യങ്ങൾ പോയത്. പക്ഷേ അത് വേറൊരു കാര്യം നമ്മളത് ശ്രദ്ധിക്കണം, അതിനൊരു അന്താരാഷ്ട്ര മുഖമുണ്ടായി ആ ഒരു കേസിന്. എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ ഇതുപോലൊരാൾ, ഒരു സുകുമാരക്കുറുപ്പ് ഇതുപോലെ ഒരാളെ കൊന്ന് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് അതിനോട് തുലനം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്ന്. പക്ഷേ ഇയാൾ ഇതിനകത്ത് പെട്ടുപോയെന്ന്. ഒരു പക്ഷേ ഇയാൾ അന്ന് കീഴടങ്ങിയിരുന്നെങ്കിൽ പോലും ഇയാൾക്ക് മാപ്പ് സാക്ഷിയായിട്ട് പോകാമായിരുന്നു. അയാൾ എന്തോ ഒരു ഭീതി കാരണം വിട്ട് പോവുകയാണ് ചെയ്തത്. സത്യത്തിൽ ഈ പുള്ളിക്ക് അതിനകത്ത് റോളില്ല. അയാൾക്ക് ആകെയുള്ള റോള് ഇതാണ്, ഇൻഷുറൻസ് തട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഉൾപ്പെട്ടവരെല്ലാം ശിക്ഷ അനുഭവിച്ചു. അവരെല്ലാം പിടിക്കപ്പെട്ടു, ജയിലിൽ അടയ്ക്കപ്പെട്ടു, പുറത്ത് ശിക്ഷ. ഇപ്പോഴും ഭാസ്കരപിള്ള ആ പുലിയൂർ താമസിക്കുന്നുണ്ട്. അങ്ങേർക്ക് ആ ഒരു പ്രശ്നമില്ല, പൊന്നപ്പനൊന്നും ഒരു കുഴപ്പമില്ലാതെ അവർ മുന്നോട്ട്. പക്ഷേ ഈ സുകുമാരക്കുറുപ്പിൻ്റെ കുടുംബത്തെ കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്നെങ്കിൽ. അല്ല, കുടുംബത്തെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പോലീസ്. കാരണം രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോഴും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണം നടന്ന തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വെച്ചാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10 വർഷത്തിനടുത്തായിട്ടുണ്ട്. അന്ന് അവിടെ അപരിചിതരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഏതാണ്ട് മഫ്തിയിൽ ഒരുപാട് ആൾക്കാർ, ഈ അപരിചിതരെല്ലാം മഫ്തിക്കാർ, അത് അവർ പോലീസാണ്, പോലീസ് ശക്തമായിട്ട് അവർക്ക് അന്ന് അവിടെ വിവരം കിട്ടി കുറുപ്പ് ഈ കല്യാണത്തിൽ പങ്കെടുക്കും. അങ്ങനെ പോലീസായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കുറുപ്പിൻ്റെ മക്കൾ അവരാരും ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവരെല്ലാം ആ ഒരു വിഷയമേ വിട്ടു കഴിഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കുറുപ്പ് ജീവിച്ചു തന്നെ ഇരിക്കും. അതെ, കുറുപ്പിനെന്നും ഒരു സ്ഥാനം ഉണ്ട്. കാരണം പണ്ട് കാലത്ത് നമ്മൾ കാണുന്ന മലയാള സിനിമകളിൽ മുഴുവൻ ഈ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ കോമേഡിയന്മാർ വന്നിട്ട് പറയുന്ന ഡയലോഗ്, സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ പോവാം ഞാൻ എന്നാണ് അടുത്ത. ഇനി ഞാൻ എല്ലാവരെയും പിടിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത എൻ്റെ പരിപാടി സുകുമാരക്കുറുപ്പിനെ പിടിക്കുക എന്നുള്ള ഇതൊരു ക്ലീഷയായി മാറിയത്. ഇപ്പം സുകുമാരക്കുറുപ്പ് ചത്തുന്ന് പോലീസ് അംഗീകരിക്കുകയാണ്. അവരെ രേഖാമൂലം അംഗീകരിക്കും. അവർ അന്വേഷണം അവസാനിപ്പിക്കും. കാരണം ഇനിയും സുകുമാരക്കുറുപ്പ് വരില്ല എന്നവർ ഉറപ്പിച്ചു. വരാനുള്ള സാധ്യത തീർത്തും ഇല്ല. ഈ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ നല്ല പ്രായമുണ്ട് അദ്ദേഹം, ഇപ്പോൾ വരേണ്ടതാണ്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം അന്നേ ഹൃദ്രോഗി ആയതുകൊണ്ട് അന്നേ മരിച്ചു പോയിരിക്കാം എന്നാണ് കരുതുന്നത്. ആയിരിക്കാം ഒരു പക്ഷേ. എന്തായാലും അന്ന് ഈ ജോർജ് ജോസഫ് എന്ന് പറയുന്ന SP അദ്ദേഹം കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് കുറുപ്പ് ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ അന്ന് തന്നെ പറഞ്ഞു. അതേ തിയറി തന്നെയാണ് ഇവരിപ്പോൾ പറയുന്നത്. ഇവരെല്ലാം ആ സിനിമയിലും ഇവരെല്ലാം കഥാപാത്രങ്ങളായി വരുന്നുണ്ട് ഈ പോലീസ്. അതെ, ഈ കുറുപ്പ് എന്ന് പറഞ്ഞാൽ സമീപകാലത്ത് ഇറങ്ങിയ സിനിമ ശരിക്കും അതിൻ്റെ ഒരു ത്രെഡ് മാത്രമല്ലേ അതിന് ഉപയോഗിച്ചിട്ടു. NH-66 എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതാണ് ശരിക്കും കുറുപ്പിൻ്റെ ഈ കഥ കൊണ്ടുവന്ന ഇയാൾ TG രവി നായകനായിട്ട് വന്നത്. TG രവി ആയിരുന്നു സുകുമാരക്കുറുപ്പായിട്ട് അഭിനയിച്ചിരുന്നത്. എന്താണെങ്കിലും ചെങ്ങന്നൂർ ചെറിയനാട് എന്ന് കേൾക്കുമ്പോൾ 2 വിഷയങ്ങൾ കേരളത്തിൽ പ്രശസ്തമാണ്. ഒന്ന് സുകുമാരക്കുറുപ്പ്, മറ്റൊന്ന് കാരണവർ വധം. ഇത് രണ്ടും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്ററിനുള്ളിലാണ് ഇത് രണ്ടും നടന്നത്. കാരണവർ കേസിലെ പ്രതി ശിക്ഷ അനുഭവിച്ചിട്ട് അവരിപ്പോൾ എവിടെയാണെന്നും ആർക്കും അറിഞ്ഞൂടാന്നുള്ളതാണ്. അവരിറക്കിയില്ലല്ലോ, അവരിറങ്ങി ശിക്ഷ ലഘൂകരിച്ചു കൊടുത്തല്ലോ കഴിഞ്ഞ
സർക്കാരിന്റെ കാലത്ത്. അപ്പം അങ്ങനെ ചെറിയനാട് വളരെ പ്രശസ്തമാണ്. പിന്നെ അതിനോട് ചേർന്ന ഇതുപോലെ തന്നെ ശ്രദ്ധേയമായ വേറൊരു സ്ഥലം എന്ന് പറയുന്നത് കരിക്കിൻവില്ലയാണ്. അത് തിരുവല്ലയിലാണ് കരിക്കിൻ വില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, പിന്നെ അതിനോട് ചേർന്ന് ഒരു ഫേമസ് ആയത് ഇലന്തൂർ ഇരട്ടക്കൊലയാണ്. ഇരട്ടക്കൊല. അപ്പോൾ ഇത് എല്ലാം ഏതാണ്ട് ഈ അപസർപ്പക കഥകളുള്ള സ്ഥലങ്ങളെല്ലാം ഏതാണ്ട് അടുത്തടുത്ത് വരും. 2 ജില്ലകളാണെങ്കിൽ പോലും ഏതാണ്ടൊക്കെ ഒരു റേഡിയസ് വെച്ച് നോക്കി ഏതാണ്ട് ഒരേ റേഡിയസിൽ. എന്തായാലും ആ ഒടുവിൽ സുകുമാരക്കുറുപ്പിന് മരണ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന്. അതെ, സുകുമാരക്കുറുപ്പിനെ മരിച്ചതായിട്ട് കണക്കാക്കി അത് എന്നേ പ്രഖ്യാപിക്കേണ്ടതാണ്. അതാണ് ഞാൻ പറയുന്നത്. 7 കൊല്ലം കഴിയുമ്പോഴേ. സുകുമാരക്കുറുപ്പ് പാതി നിർമ്മിച്ച് ഉപേക്ഷിച്ച ഒരു വീട് അവിടെ ഉണ്ട് എന്നുള്ള. അത് ആലപ്പുഴയാണ്. ആലപ്പുഴ ഹൈവേയുടെ സൈഡിലാണ്. ആ വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇത് ശരിക്കും ഈ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും കൊല ചെയ്ത് ഒരു ബോഡി അയാൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. അയാൾ പ്രതീക്ഷിച്ചിരുന്നത് ഇതാണ്, ഡെഡ് ബോഡി, ഒരാളുടെ ഡെഡ് ബോഡിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് കൂടെ ചെന്നവന്മാർക്ക് കള്ളു മൂത്തപ്പോൾ അവർക്ക് അന്നേരത്തെ ആ മദ്യലഹരിയിൽ ചെയ്തു പോയ ഒരു അപരാധം മാത്രമാണ് അത്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് വെള്ളം ഇറങ്ങുമ്പോഴാണ് ഇവർ അറിയുന്നത് നമ്മൾ ചെയ്ത് വളരെ ഭയങ്കരമായി പോയി എന്നുള്ളത് അന്നേരമാണ് അറിയുന്നത്. മറ്റേ ഒരു ബോഡി ആയിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും വരില്ല. ഒരു ബോഡി കത്തിക്കരിഞ്ഞ് പോകത്തുള്ള ഒരു അജ്ഞാത മൃതദേഹം മോർച്ചറിയിൽ നിന്ന് എടുത്തുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ പോലെ ബോഡിയെന്ന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതെ, അതേപോലെ പരിശോധനകളിലൂടെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനും പറ്റുള്ളൂ. ഇന്നത്തെ ഫോറൻസിക് സംവിധാനമൊന്നും അന്നില്ല. അപ്പൊ സുകുമാരക്കുറുപ്പിന്റെ ബോഡി അല്ലാതൊന്നും ആരും അതിനകത്ത് ഇത് കാണിക്കുകയും ചെയ്യില്ല. അതെ, ഇന്നത്തെ കാലത്താണ് ഒരു ബോഡി കിട്ടിയ DNA പരിശോധനയൊക്കെ നടത്തി നമ്മൾ അത് സ്ഥിരീകരിക്കും. അന്ന് ആ കാര്യമൊന്നും ഇല്ലാത്ത ഈ ചാക്കോയുടെ ഇതും പിടിക്കപ്പെടില്ലായിരുന്നു. ഇവർക്ക് സംഭവിച്ചത് എന്താണ്, ഇവര് ഈ ഒരു ബോഡി കിട്ടി കത്തിച്ച് കുമാരക്കുറുപ്പ് മരിച്ചു എന്ന് തെളിവാക്കി കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ ആഘോഷിച്ചു ചിക്കൻ കറി വെച്ചിട്ട്. ഈ ചിക്കൻ കറി വെച്ച് ആഘോഷിച്ചതാണ്. ഈ ചിക്കൻ കറിയുടെ മണവും ചിക്കൻ കറിയുടെ പാത്രവും കണ്ട് നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും തോന്നിയ സംശയത്തെ തുടർന്നാണ് ഇത് തിരക്കി പോകുന്നത്. ഒരിക്കലും വരത്തില്ല. ഒരാൾ മരിച്ച വീട്ടിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ദുഃഖവും ഇല്ല, ആർക്കും ഒരു കുഴപ്പമില്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് അതിനകത്ത്. പിന്നെ ഇയാളുടെ കയ്യിലെ പൊള്ളലൂടാകുമ്പോഴാണ് പിടി വീഴുന്നത്, ഭാസ്കരപിള്ളയുടെ കയ്യിൽ. അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ ചരിത്രത്തിനാണ് തിരശീല വീഴുന്നത്. ആ കേസിലെ യഥാർത്ഥ കുറ്റവാളി ഭാസ്കര പണിക്കരാണ്. ഭാസ്കരപിള്ളയും പൊന്നപ്പനും ഒക്കെ ആയിരുന്നു. അവരെല്ലാം ശിക്ഷിക്കപ്പെട്ടു. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഒരു കേസിൻ്റെ വ്യഥയിലായിരിക്കണം, നീറിയായിരിക്കണം ഈ സുകുമാരക്കുറുപ്പും മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. എന്താണെങ്കിലും കേരളത്തിൻ്റെ എന്നല്ല, ലോകത്തിലെ കുറ്റാന്വേഷണ ചരിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് ഇതോടുകൂടി അടയ്ക്കപ്പെടും.